സ്വാഗതം. ന്യൂസ് മലയാളത്തിന്റെ 365 ദിവസങ്ങൾ. ദൃശ്യ ശ്രവ്യ ഡിജിറ്റൽ അച്ചടി നവ സാമൂഹിക മാധ്യമ പെരുക്കത്തിന്റെ കാലത്ത് പുതിയൊരു മലയാളം ടെലിവിഷൻ വാർത്താ ചാനലിന്റെ പ്രസക്തി എന്താകും? ആ ചോദ്യത്തിന് ആശയദൃഢമായൊരു ഉത്തരം സ്വയം ഉറപ്പിച്ചതിന് ശേഷമാണ് ന്യൂസ് മലയാളം 24/7 ഈ യാത്ര തുടങ്ങിയത്. വാർത്തയെ വീണ്ടെടുത്ത ഒരു വർഷം എന്ന് ഈ ദിവസം ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പറയാനാകുന്നത് എന്താകണം ന്യൂസ് മലയാളമെന്ന് അന്നേ എടുത്ത തീരുമാനത്തിന്റെ തെളിമ കൊണ്ടാണ്. ദുഷ്ടലാക്കും ദുഷിച്ച പക്ഷപാതിത്വവുമില്ലാത്ത വാർത്താ സമീപനം, എല്ലാ വിഭാഗം മനുഷ്യർക്കും ഇടമുള്ള വാർത്തയുടെ ജനാധിപത്യവൽക്കരണം, സെൻസേഷണലിസത്തിനും കെട്ടുകാഴ്ചകൾക്കുമപ്പുറം ആഴത്തിലുള്ള വസ്തുതാന്വേഷണം, കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ. നേർക്കുനേരെ മാത്രമല്ല, പാർശ്വങ്ങളിലൂടെയും വാർത്തയിലേക്ക് നോട്ടം ചെല്ലണമെന്ന ബോധ്യം. മനുഷ്യർ കൂട്ടം കൂടുന്ന ഇടത്തെല്ലാം വാർത്തയുണ്ടാകുമെന്ന തിരിച്ചറിവ്, വാർത്തയുടെ വികേന്ദ്രീകരണം, ഒരു വാർത്തയിലും ഇടമില്ലാത്തവരുടെയും ഒരു വാർത്തയ്ക്കും വേണ്ടാത്തവരുടെയും നേരെ തിരിയുന്ന വാർത്തയുടെ ഫോക്കസ്. ഇതൊക്കെയാണ് ന്യൂസ് മലയാളത്തിന് വാർത്താ മാനദണ്ഡം. ലോകമെങ്ങുമുള്ള മലയാളികൾക്കായി ന്യൂസ് മലയാളം 24/7 സമർപ്പിച്ച ദിവസം ഞങ്ങൾ ആദ്യമായി സംപ്രേഷണം ചെയ്ത വാർത്ത കേരളത്തിലെ മനുഷ്യാവയവ കച്ചവട മാഫിയയെ പറ്റിയായിരുന്നു. എറണാകുളത്തെ 2 ആശുപത്രികൾക്ക് അവയവ മാഫിയയുമായുള്ള ബന്ധം, അനധികൃത അവയവമാറ്റ ശസ്ത്രക്രിയകൾ, ആ അധോലോകത്തിലെ ഇരകളും ഇടനിലക്കാരും, ഇതെല്ലാം പുറത്തുകൊണ്ടുവന്ന് ന്യൂസ് മലയാളം പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചു. അതേ വാർത്തയുടെ തുടർച്ചയായിരുന്നു കൊല്ലം പരവൂർ പൂക്കുളത്തെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്നത്. ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരു 30 പേരെങ്കിലും കിഡ്നി കൊടുത്തിട്ടുണ്ട്. സുനാമി ഫ്ളാറ്റുകളിലെ അന്തേവാസികളുടെ മേൽ അവയവ കച്ചവട മാഫിയ പിടിമുറുക്കിയ വാർത്ത കണ്ട് കേരളം ഞെട്ടി. ചൂഷണം തുടരുകയാണെന്നാണ് ന്യൂസ് മലയാളത്തിന്റെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. നിസാര പണം വാങ്ങി സ്വന്തം ശരീരം മുറിച്ചു വിറ്റവരുടെ നിസ്സഹായ അവസ്ഥ പുറത്തു വന്നതിന് പിന്നാലെ സർക്കാർ നടപടിയുമുണ്ടായി. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ മലയാളി ചെറുപ്പക്കാർക്കായി ന്യൂസ് മലയാളം വാർത്തകളിലൂടെ നിരന്തരം ഇടപെട്ടു. യുദ്ധമുന്നണിയിൽ അകപ്പെട്ടു പോയവരുടെ ഭീതിയും ദുരിതവും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ന്യൂസ് മലയാളം മാത്രമായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിരന്തര വാർത്തകൾക്കൊടുവിൽ ഇന്ത്യൻ എംബസി ഇടപെട്ടു. റഷ്യൻ അധികൃതർ പ്രതികരിച്ചു. യുദ്ധമുഖത്ത് കുടുങ്ങിക്കിടന്ന ചെറുപ്പക്കാർ ജന്മനാട്ടിൽ തിരികെ എത്തി. തുടക്കം മുതൽ ഈ സമയം വരെ ഞങ്ങളുടെ ഒപ്പം നിന്ന് ന്യൂസ് മലയാളത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. മ്യാൻമറിൽ മലയാളി യുവാക്കൾ തൊഴിൽ തട്ടിപ്പിനിരയായി കൊടിയ പീഡനം നേരിടുന്ന വാർത്ത ഇവിടെ വന്നപ്പോൾ ഇവിടെ ആകെപ്പെട്ട അവസ്ഥ. ന്യൂസ് മലയാളം ദൃശ്യങ്ങളടക്കം പുറത്തു കൊണ്ടുവന്നു. കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെട്ടു. അവരെയും ജന്മനാട്ടിൽ തിരികെ എത്തിക്കുന്നതിൽ ന്യൂസ് മലയാളം വാർത്ത നിർണായകമായി. ശരത് പ്രദീപിന് വേണ്ടി നിരന്തരം നമ്മൾ സംസാരിച്ചു, നമ്മൾ വാർത്ത നൽകി. ഒന്നാരെങ്കിലും വരെ എന്റെ ഹസ്ബൻഡ് മൂപ്പർക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഒരു പെൺകുട്ടി, പിന്നെ ഒരാളെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. വയനാട് ഉരുൾ ദുരന്തം ആദ്യം റിപ്പോർട്ട് ചെയ്തതും ന്യൂസ് മലയാളമായിരുന്നു. ഉരുൾ ഒലിച്ചിറങ്ങിയതിന്റെ പ്രഭവസ്ഥാനമായ പുഞ്ചിരിമട്ടത്തിലേക്ക് സൈന്യത്തിനൊപ്പം ആദ്യം കയറിച്ചെന്നതും ദുരന്തത്തിന്റെ വ്യാപ്തി ലോകത്തെ അറിയിച്ചതും ഞങ്ങളായിരുന്നു. പുഞ്ചിരിമട്ടത്ത് കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്താൻ നിർണായക ഇടപെടൽ നടത്താനായതും ഞങ്ങൾ ചാരിതാർത്ഥ്യത്തോടെ ഓർത്തെടുക്കുന്നു. വയനാട് ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിരന്തര ആവശ്യത്തെ വാർത്തകളിലൂടെ ന്യൂസ് മലയാളം പിന്തുണച്ചു. നിരന്തര ശ്രമങ്ങൾക്കും സമ്മർദ്ദത്തിനുമൊടുവിൽ വയനാട്ടിലേത് അതിതീവ്ര ദുരന്തമാണെന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഏറ്റവും ആദ്യം മലയാളിയെ അറിയിച്ചതും ന്യൂസ് മലയാളം. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ പാലക്കാട് ജനവിധി തേടുന്നതിനുള്ള അവസരം കൈവന്നിരിക്കുന്നതിൽ ഉള്ള സന്തോഷം, അതിനേക്കാളേറെ അഭിമാനം
പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിച്ച ഒട്ടേറെ വാർത്തകൾ പുറത്തുവന്നതും ന്യൂസ് മലയാളത്തിലൂടെ. കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനറായിരുന്ന പി സരിൻ മറുകണ്ഠം ചാടി ചെങ്കൊടി പിടിച്ചതും ഉപതെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ച അപ്രതീക്ഷിത നീക്കവും കേരളത്തെ ആദ്യം അറിയിച്ചത് ന്യൂസ് മലയാളം. കൂടി ചേരുന്നുണ്ട്. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ പാലക്കാട് PV അൻവർ നടത്തിയ റാലിയിൽ ആളുണ്ടെന്ന് കാണിക്കാൻ സിനിമയിലെ എക്സ്ട്രാ ആർട്ടിസ്റ്റുകളെ പണം കൊടുത്ത് എത്തിച്ചുവെന്നും ന്യൂസ് മലയാളം വാർത്തയിലൂടെ വെളിപ്പെട്ടു. വേറെ ഷൂട്ടിങ്ങിനൊക്കെ പോകും. ഗുരുവായൂർ അമ്പലം നടയിലൊക്കെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. CPIM പാർട്ടി കോൺഗ്രസിലെ സുപ്രധാന വാർത്തകളെല്ലാം കേരളം അറിഞ്ഞത് ന്യൂസ് മലയാളത്തിലൂടെ. പുതിയ PB അംഗങ്ങളുടെയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെയും സമ്പൂർണ്ണ പട്ടികയും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരം നടന്ന അസാധാരണ സാഹചര്യവുമെല്ലാം ആധികാരികമായി ആദ്യം ന്യൂസ് മലയാളം നൽകി. CPMന്റെ അർത്ഥത്തിലൊന്നും കേട്ടുകേൾവില്ലാത്ത കാര്യമാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പാർട്ടി കോൺഗ്രസിൽ ഒരു മത്സരം നടന്ന സാഹചര്യം. വന നിയമം കേരള സർക്കാർ ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചത് ന്യൂസ് മലയാളത്തിന്റെ എക്സ്ക്ലൂസീവ് വാർത്തയായിരുന്നു. നിയമ ഭേദഗതി കരടിലെ വിവാദ വ്യവസ്ഥകൾ ന്യൂസ് മലയാളം എണ്ണിപ്പറഞ്ഞു. വാർത്തയെ തുടർന്ന് പ്രതിപക്ഷത്തു നിന്നും മലയോര മേഖലയിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നടക്കം വ്യാപക എതിർപ്പുയർന്നു. ഒടുവിൽ ഭേദഗതി വേണ്ടെന്ന് വെക്കാൻ സർക്കാർ നിർബന്ധിതമായി. അവരുടെ ന്യായമായ താൽപര്യത്തിനെതിരെ ഒരു നിയമവും ഈ സർക്കാർ ലക്ഷ്യമിടുന്നില്ല. ആർലം ഫാമിലെ 2500 ഏക്കർ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് മുറിച്ചു നൽകാനുള്ള മാനേജ്മെന്റ് നീക്കം ന്യൂസ് മലയാളം പുറത്തുവിട്ടു. ആദിവാസി വിഭാഗത്തിന് മാത്രം അർഹതപ്പെട്ട ഭൂമിയാണ്. വാർത്തയ്ക്ക് പിന്നാലെ കേരള ഹൈക്കോടതി സർക്കാരിന് നോട്ടീസ് അയച്ചു. ഒടുവിൽ ഫാം മുറിച്ചു നൽകാനുള്ള പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചു. വെളിപ്പെടുത്താൻ തുടങ്ങി എന്നാണ് ആരംഭിക്കുമ്പോൾ തന്നെ കാസ്റ്റിംഗ് കൗച്ച് ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന മേഖലയാണ്. വിവരങ്ങൾ ഇതിനകം തന്നെ ലഭ്യമായിട്ടുണ്ട്. കേരളത്തിൽ സിനിമാ ലോകത്തെ പിടിച്ചുകുലുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ആദ്യം നൽകിയത് ന്യൂസ് മലയാളം. ശുപാർശകളും നിർദ്ദേശങ്ങളും അടക്കം സൂക്ഷ്മ വിശദാംശങ്ങൾ മറ്റെല്ലാ മാധ്യമങ്ങൾക്കും ഏറെ മുൻപേ ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അതിജീവിതയ്ക്ക് ഐക്യം പ്രഖ്യാപിച്ചുവെന്ന WCB പറയുന്നു. ഈ ഒരു പ്രശ്നം മാത്രമല്ല, ഈ സിനിമയെ തുടരണമെങ്കിൽ വഴങ്ങേണ്ടി വരുന്നു. വഴങ്ങാത്തവരെ സൈബർ ആക്രമണത്തിന് വിധേയരാക്കുന്നു. അവരെ സിനിമയിൽ തന്നെ ഒഴിവാക്കുന്നു. ഇവിടെ എത്തുന്ന സ്ത്രീകൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരെല്ലാവരും ലൈംഗികമായ ചൂഷണത്തിന് വിധേയരാകുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. എമ്പുരാൻ വിവാദത്തിലെ സുപ്രധാന വഴിത്തിരിവ് ആദ്യം അറിയിക്കാനും ന്യൂസ് മലയാളത്തിനായി. സിനിമയിൽ 17 മാറ്റങ്ങൾ വരുത്തിയ എമ്പുരാൻ റീസെൻസറിംഗ് ന്യൂസ് മലയാളത്തിന്റെ എക്സ്ക്ലൂസീവ് വാർത്തയായിരുന്നു. VSNU ന്യൂസ് മലയാളം. കൊടുങ്ങല്ലൂർ ദാറുസ്സലാം ജുമാ മസ്ജിദിന്റെ വഖഫ് സ്വത്തുക്കൾ കൈക്കലാക്കിയ ജമാഅത്തെ ഇസ്ലാമിയുടെ തട്ടിപ്പ് ന്യൂസ് മലയാളം പുറത്തുകൊണ്ടുവന്നു. പള്ളിയുടെ പേരിലുണ്ടായിരുന്ന ഭൂസ്വത്തും അവരുടെ പേരിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. ക്രമക്കേടുകളുടെ എല്ലാ തെളിവുകളും പുറത്തുവിട്ടതിന് പിന്നാലെ വ്യാപക പ്രതിഷേധമുയർന്നു. ജമാഅത്തെ ഇസ്ലാമിയിൽ സംഘടനാ നടപടിയുണ്ടായി. സിവിൽ ക്രിമിനൽ നിയമങ്ങൾ പ്രകാരം കുറ്റകരമായ നടപടിയാണ് സംഘടനയുടേത്. പാലക്കാട് ചിറ്റൂർ റേഞ്ചിലെ കള്ളു ഷാപ്പുകളിൽ കള്ളിന് വീര്യം കൂട്ടാൻ കഫ് സിറപ്പ് ചേർത്ത് വിൽക്കുന്നുവെന്ന വാർത്ത പുറം ലോകത്തെ അറിയിച്ചതും ന്യൂസ് മലയാളം. തമിഴ്നാട് ഭാഗങ്ങളിൽ നിന്നും കഫ് സിറപ്പ് പോലുള്ള സംഭവങ്ങൾ കൊണ്ടുവരാറുണ്ട്. കാലാവധി കഴിഞ്ഞതാണ്. ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുടിക്കുന്ന ആളുകൾക്ക് നല്ല വീര്യമാണ്. കള്ളിൽ വീര്യം കൂട്ടാൻ പലതരത്തിലുള്ള മായങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിലും കഫ് സിറപ്പ് ഉപയോഗിക്കുന്നത് അപൂർവമാണെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാലാവധി കഴിഞ്ഞ കഫ് സിറപ്പ് അടക്കം ചേർത്ത് വിൽക്കുന്നുവെന്ന ആ വാർത്തയെ തുടർന്ന് 2 കള്ളു ഷാപ്പുകൾ അടച്ചുപൂട്ടി. ശക്തമായ പ്രകാശം കടലിന്റെ അടിത്തട്ടിലേക്ക് അടിച്ച് മീനുകളെ ആകർഷിച്ചു പിടിക്കുന്ന അശാസ്ത്രീയ രീതി ന്യൂസ് മലയാളം പുറത്തുകൊണ്ടുവന്നു. രാത്രിയുടെ മറവിൽ ആഴക്കടലിലാണ് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഈ മീൻപിടുത്തം. പരമ്പരാഗത തൊഴിലാളിയുടെ വയറ്റത്തടിക്കുന്ന കേരള തീരത്തെ മത്സ്യസമ്പത്തിനെ മുച്ചൂടും മുടിച്ചുകൊണ്ടിരിക്കുന്ന മീൻപിടുത്ത രീതിക്കെതിരെ സർക്കാർ ഇടപെട്ടു. ഇതര സംസ്ഥാന മത്സ്യബന്ധനയാനങ്ങൾ പിടിച്ചെടുത്തു. ഹൈ വോൾട്ടേജ് ലൈറ്റുകൾ കടലിന്റെ അടിത്തട്ടിലേക്ക് അടിച്ച് കൺകെട്ട് വിദ്യ കൊണ്ടുള്ള ഈ മീൻപിടുത്തം മലയാളം അങ്ങനെ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നതിൽ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തു. പ്രസവാനന്തര വിഷാദത്തെ തുടർന്ന് മക്കളെ കൊന്ന അമ്മമാരെ പറ്റി സുദീർഘ പരമ്പര. മക്കളെ കൊന്നവർ, മനസ്സു തകർന്നവർ.
പെരിനാറ്റിൽ സൈക്കോസിസിനെ പറ്റി ലോകത്തോട് വിളിച്ചു പറഞ്ഞ റിപ്പോർട്ടുകൾ, മലയാള ടെലിവിഷൻ ചരിത്രത്തിന്റെ ഭാഗമായ അന്വേഷണ പരമ്പര. കൊച്ചിയിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന ഡയറക്ട് മാർക്കറ്റിംഗ് സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസികളിൽ നടന്ന ഹീനമായ ടാർഗറ്റ് പീഡനം, മലയാളി മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ മറ്റൊരു ന്യൂസ് മലയാളം വാർത്ത. പ്രതീക്ഷയോടെ വരുന്ന കുട്ടികളുടെ ചോരയും നീരും ഊറ്റിയെടുത്താണ് അവരെ പടിയിറക്കി വിടുന്നത്. വിൽപ്പന ടാർഗറ്റ് തികയ്ക്കാത്തതിന് ചെറുപ്പക്കാരെ പട്ടിയെ പോലെ ചങ്ങലക്കിട്ട് നിലം നക്കിപ്പിച്ച ക്രൂര പീഡനങ്ങൾക്കിരയാക്കിയ വാർത്തയിന്മേൽ ഉടനടി സർക്കാർ നടപടി വന്നു. ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കഴിയുന്ന കാര്യമില്ല. കുത്തിയൊലിച്ച് കരകവിഞ്ഞൊഴുകുന്ന ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലും ഇടിഞ്ഞുതാണ മണ്ണടരുകളിലും അർജുനെ തെരഞ്ഞ മഹാദൗത്യം. സൈന്യം, നേവി, NDRF, മുങ്ങൽ വിദഗ്ധർ, രക്ഷാപ്രവർത്തകർ, റഡാർ ഉപകരണങ്ങൾ, മണ്ണുമാന്തി യന്ത്രങ്ങൾ, സ്നിഫർ നായ്ക്കൾ. മനുഷ്യപ്രയത്നത്തിന്റെ ആ മഹാദൗത്യം സെൻസേഷണലിസത്തിലേക്ക് വഴുതാതെ പരിപക്വമായി ആദ്യാവസാനം ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. തലസ്ഥാനത്തെ മാലിന്യവാഹിനിയായ ആമേഴഞ്ചാൻ തോട്ടിൽ മറഞ്ഞുപോയ ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്താൻ നടത്തിയ തെരച്ചിൽ. കേരള മനസാക്ഷിയുടെ കണ്ണീരായി മാറിയ ജോയിയുടെ മൃതദേഹം കണ്ടെത്തും വരെ 46 മണിക്കൂർ നിതാന്ത ജാഗ്രതയോടെ ന്യൂസ് മലയാളവും. ദുരന്തങ്ങൾ ആഘോഷമാക്കരുതെന്ന, കണ്ണീരിനെ കച്ചവടം ചെയ്യരുതെന്ന നയം ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം ന്യൂസ് മലയാളം കാത്തുസൂക്ഷിച്ചു. മലയാളത്തിന്റെ ആഘോഷങ്ങളുടെ എല്ലാം ഊഷ്മളത ചോരാതെ ന്യൂസ് മലയാളം ലോകമെങ്ങുമുള്ള മലയാളികൾക്കായി പകർത്തി തത്സമയമെത്തിച്ചു. ഓണവെയിലത്ത്, വിഷുസന്ധ്യയിൽ, പെരുന്നാൾ നിലാവിൽ, ക്രിസ്മസ് രാവിൽ, പുതുവർഷ പുലരിയിൽ, പൂരപ്പറമ്പുകളിൽ മലയാളി ന്യൂസ് മലയാളത്തിനൊപ്പവും തിരിച്ചും ചേർന്നു നിന്നു. പുന്നമടയിൽ ഓളപ്പരപ്പിലെ വേഗപ്പൂരം, കൗമാരകലയുടെ അനന്തപുരി മഹോത്സവം, പിന്നെ ജനാധിപത്യത്തിന്റെ മഹോത്സവങ്ങളും. അതിനൂതന സാങ്കേതിക തികവിൽ ഏറ്റവും കരുത്തുള്ള ന്യൂസ് ടീം. പുതിയ കാലത്തിന്റെ രാഷ്ട്രീയമാണല്ലോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. വരട്ടെ, വേറെ വണ്ടി വരട്ടെ. സവാരി ഗിരിഗിരി, കോത്തിരിവട്ടത്തിൽ പള്ളിവാളുറഞ്ഞ് ചായില്യം തേച്ച് ഉടയോല ചാർത്തി തിരുമുടിയേറ്റി തെയ്യക്കോലം തീരുവോളം ന്യൂസ് മലയാളത്തിൽ കളിയാട്ടരാവുകൾ. കോലത്തുനാട് പാരാകെ പടരുന്നു ന്യൂസ് മലയാളത്തിലൂടെ. തെയ്യക്കാവുകളിൽ നിന്ന് തത്സമയം. മലയാളത്തിൽ മറ്റൊരു ചാനലിലുമില്ലാത്ത വിവരാധിഷ്ഠിത വിശകലന ഇൻഫോടൈൻമെന്റ് പരിപാടികളുടെ പാക്കേജാണ് ന്യൂസ് മലയാളത്തിൽ. ഗ്രൗണ്ട് സീറോ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 5:50 ന്യൂസ് മലയാളം 24/7. സ്പോട്ട്ലൈറ്റ്, കോഡ്, ലോകകഥ, സത്യം പറയട്ടെ, പ്രസ് സ്റ്റോപ്പ്, സ്കൈ വാച്ച്, സ്പോർട്ടീവ്, ഹൈ വോൾട്ടേജ്, അടിപൊളി ലോകം. ദേശീയ വാർത്തകൾ അതീവ പ്രാധാന്യത്തോടെ ന്യൂസ് മലയാളം നൽകുന്നു. അന്തർദേശീയ വാർത്തകളിൽ ചെറുചലനങ്ങൾ വരെ തലക്കെട്ടുകളിൽ നിറയുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ത്യ പാക് സംഘർഷം യുദ്ധവെറിയുടെ ഭാഷയിലല്ലാതെ സെൻസേഷണലിസത്തെ പടിക്ക് പുറത്തു നിർത്തി ദേശീയ താൽപര്യം മുൻനിർത്തി ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തു. സംഘർഷകാലത്ത് സംയമനമാണ് വിജയമെന്ന് ഞങ്ങൾ ആവർത്തിച്ചു. ആ ആക്രമണത്തിന് തിരിച്ചടി നൽകുമ്പോൾ ഇന്ത്യ ഇട്ട പേരാണ് ഓപ്പറേഷൻ സിന്ധു. കേരളം അർഹിക്കുന്ന വാർത്താ ചാനലാണിതെന്ന് പ്രേക്ഷകർ ഞങ്ങളോട് ആവർത്തിച്ചു. ആ അംഗീകാരം വിനയത്തോടെ, ഉത്തരവാദിത്ത ബോധത്തോടെ ന്യൂസ് മലയാളം ഏറ്റെടുക്കുന്നു.
ഇത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ന്യൂസ് മലയാളം പ്രേക്ഷകരിലെത്തിച്ച ആയിരക്കണക്കിന് വാർത്തകളിൽ പെട്ടെന്ന് എണ്ണിയെടുത്ത ചിലത് മാത്രമാണ്. കാര്യമില്ലാതെയും കാരണമില്ലാതെയും ഒരൊറ്റ വാർത്ത പോലും ഉണ്ടാകരുതെന്ന് ഞങ്ങൾ കരുതുന്നു. കഴിഞ്ഞ 365 ദിവസം കൊണ്ട് സംപ്രേഷണം ചെയ്ത എല്ലാ വാർത്തയും അതുകൊണ്ട് തന്നെ ന്യൂസ് മലയാളത്തിന് പ്രധാനപ്പെട്ടതാണ്. പ്രേക്ഷകർ വാർത്തയെ നിശബ്ദമായി ഏറ്റുവാങ്ങുന്നവരല്ല. ഞങ്ങൾ വാർത്തയുടെ സർവാധികാരികളായ പ്രക്ഷേപകരുമല്ല. നമ്മൾ ഓരോ വാർത്തയിലെയും പങ്കാളികളും പരസ്പരം ഉൾക്കൊണ്ട് തിരുത്തുന്നവരും തിരിച്ചറിയപ്പെടുന്നവരുമാണെന്ന പാരസ്പര്യമാണ് ഞങ്ങളെ നയിക്കുന്നത്. മുൻവിധികളും ഗർവും തലക്കനവും വാർത്താ പ്രവർത്തനത്തിന്റെ ശത്രുക്കളാണെന്ന ആത്മബോധ്യം. ഓരോ വാർത്തയെയും സമീപിക്കുമ്പോൾ ജനാധിപത്യ മതേതര മാനുഷിക മൂല്യങ്ങളുടെ ഉരകല്ലിൽ ഉരച്ചു നോക്കി വേണം എന്ന് ഞങ്ങളോട് തന്നെ സദാ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജേർണലിസത്തിന്റെ അടിസ്ഥാന പാഠം. തെറ്റുകൾ പറ്റരുതെന്ന പരമാവധി ജാഗ്രത. എന്നിട്ടും ഒരു പക്ഷേ പറ്റിപ്പോയാൽ ദുരഭിമാനമില്ലാതെ തിരുത്തണമെന്ന തീരുമാനം. അതുകൊണ്ടൊക്കെ കൂടി ഈ 1-ാം പിറന്നാൾ ദിവസം ന്യൂസ് മലയാളം ആവർത്തിക്കുന്നു. കടന്നുപോയത് വാർത്തയെ വീണ്ടെടുത്ത ഒരു വർഷമായിരുന്നു.